ഞാൻ കുഞ്ഞു വീഡിയോസ് ഇടാൻ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ആദ്യമായി അറിയില്ല അങ്ങനെയൊന്നും പറയാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പം 2 വർഷം മുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് DK കപ്പിൾസ് എന്നായിരുന്നു. 13K എൻ്റെ അടുത്ത് സബ്ബൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് പോണ ചാനലായിരുന്നു. 8 million ഒക്കെ വ്യൂസൊക്കെ വീഡിയോസിനൊക്കെ കിട്ടി, ഷോർട്സിന് കിട്ടി. ഞാനങ്ങ് ക്ലിക്കായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോണത്. അപ്പം പിന്നെ എനിക്ക് ഡിപ്രഷൻ ആയിപ്പോയി. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ചാനൽ അങ്ങനെ പോയപ്പോൾ എനിക്ക് ഡിപ്രഷൻ ആയിപ്പോയി ഗൈസ്, ഡിപ്രഷൻ. അങ്ങനെ ഞാൻ ഇന്ന് മുതൽ പുതിയൊരു വീഡിയോ എടുത്ത് പുതിയ ചാനലും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കൊച്ചു കുടുംബവും ഞങ്ങളെ കുട്ടമ്പിള്ളിയായിട്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. ഇതിൻ്റെ പേരാണ് കുട്ടമ്പിള്ള. ഇത് എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് അതിനെന്താ പറയാ, ഇപ്പൊ ചവിട്ടീന് എന്തിനാ പറയാ? കുട്ടമ്പിള്ളേനെ പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഓൻ എപ്പോഴും മുടക്കാം, ഓൻ എപ്പോഴും സൂക്കേടാ, എന്നും വർക്ക്ഷോപ്പിലുണ്ടാവുക. അപ്പം ഞാൻ പോട്ടമ്മേ പേര് എപ്പോഴും വർക്ക്ഷോപ്പിലുണ്ടാവുക. പിന്നെ വോയിസിനൊക്കെ പ്രശ്നം ഉണ്ടാവും. കാരണം എനിക്ക് സ്പോട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ കഴിയൂല, എനിക്ക് അറിയൂല പിന്നെ പറയേ. ഓടിച്ച് വരുന്നുണ്ട്, അതിന് ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാത്തതാ. വേഗം പോയിക്കാട്ടെ, വേണ്ട ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാത്തത്, നമുക്ക് വേഗം പോവാം. ഒന്ന് തട്ടിക്കൂട്ടാലേ. അപ്പം തീരെ സമയമില്ലാത്ത അതിൻ്റെ കടക്കട സൗണ്ട് കൊണ്ട് ഇവിടെ ഒരു വില്ല വാങ്ങി എങ്ങനെ ഉണ്ടാവും? ഞാനും 2 യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അവിടെ ഒരു വില്ലെടുക്കും. വില്ലയല്ല, ഫ്ലാറ്റ്. വില്ല ഏതാ ഫ്ലാറ്റ് ഏതാ തിരിച്ചറിയാനായി. ഫ്ലാറ്റ് അത് നമ്മൾ എല്ലാം ഇതിൻ്റെ മുകളിൽ കയറി ഒന്നും സൗണ്ട് ഉണ്ടാവില്ല. ഹായ് പറ, ഹായ് പറ. കുളം കാണിച്ചു തരാം, ഒന്നും കൂടെ കാണിച്ചു തരാം. അവന് കുളമൊന്നും കണ്ടില്ല, അവൻ ഭയങ്കര ജാടി കേട്ടോ. നിങ്ങളാരും വേണ്ടി കണ്ട ഇങ്ങനത്തെ സ്വഭാവം ഭയങ്കര കാടാട്ടോ. അങ്ങോട്ട് പോകണ്ടല്ലേ, ഇവിടെ നിന്ന് കേട്ടോ. നമുക്ക് ഇതിൽ കൂടെ വേണം പോവാം. പക്ഷേ അവിടെ ഗേറ്റ് പൂട്ടി കിടക്കുക. അല്ല, വാ പോവാം. നമ്മൾ ഒന്ന് തീരുമാനിച്ച് നമ്മൾ അത് ഒറ്റ മൈൻഡിൽ ചെയ്യണം. തേങ്ങ അല്ലേ വീട്ടിൽ? എൻ്റെ ഭർത്താവ് ഒരു തേങ്ങ വലിക്കാനായി കാണപ്പെടുന്നു. ഇല്ല, എൻ്റെ ഭർത്താവിൻ്റെ ജോലി തേങ്ങ വലി കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും ദൈവത്തിന് നമ്മൾ കൂട്ടുപിടിക്കണം. കൂട്ടല്ല, ദൈവം വേണം നമുക്ക്. പിന്നെ നമുക്കൊരു സ്ഥലം കാണിച്ചു തരണം. എൻ്റെ ഉള്ളിലൊരു വീടുണ്ട്. ആ വീട്ടിൽ ആൾ താമസം ഉണ്ടായിരിക്കും ഇല്ലേ? അമ്പലത്തിൻ്റെ ആരൊക്കെയോ തന്നെ തോന്നുന്നു താമസിക്കുന്നു. എന്താ പറഞ്ഞേട്ടാ? കണ്ടോ കുളം കണ്ടോ? ഞാൻ എൻ്റെ നാവ കുളുക്കുന്നു, ഇറങ്ങുന്നില്ല മൊത്തം. എന്താ പൂപ്പൽ. അപ്പം നമ്മൾ വൈക്കഴിച്ച് വീണു പോയാൽ ഈ സാധനത്തിന് പൊന്തും കൂടെ അല്ല. പിന്നെ എന്തേനി, എനിക്ക് ഇപ്പോൾ പണ്ട് കുറേ എടുത്തിനി, ഇപ്പോൾ കുറേ ഗ്യാപ്പ് വന്നല്ലോ. അപ്പം എന്ത് പറയണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഈ ചാനലിന് പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ, ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ ആരോടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനോ പിന്നെ ഇത് ഷെയർ ചെയ്യാനോ, മീൻസ് എൻ്റെ ഫ്രണ്ട്സിനോട് പോലും ഞാൻ പറയില്ല, ഫാമിലിയിലൊന്നും ആരോടും ഞാൻ പറയില്ല. അങ്ങനെ തുടങ്ങുന്നൊരു ചാനലത്. ഞാൻ എങ്ങനെയുണ്ട് നോക്കാം. കഴിഞ്ഞ ചാനലിൽ ഞാൻ ഇതേമാതിരി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ഫാമിലീസും എല്ലാവരും കണ്ടു. പഠിച്ചു നീ അടുത്ത എന്താ പറയുക, നമ്മൾ ഈ ഫാമിലി എന്താ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ചർച്ച വിഷയം ഞാനും എൻ്റെ ഭർത്താവുമായി. എൻ്റെ ഭർത്താവിനെ ഞാൻ അങ്ങനെയാക്കി, എൻ്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെയാക്കി, അങ്ങനത്തെ ഫുൾ ചർച്ച. അപ്പോൾ ഈ ചാനൽ ഞാൻ ആരോട് പറയാതെ രഹസ്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെ ഐഡിയ? ആരും വേണ്ടെന്നല്ല, വേണ്ട, അങ്ങക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേണ്ട. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്തെത്തി അമ്പലത്തിലേക്ക് കയറാൻ പോവുക. എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഓനങ്ങനെ തന്നെയാണ്. ഓനക്കത്തിനും ബാക്കടിച്ച് പോകും. എന്നിട്ട് അക്കൊന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരൊരു വരുത്തങ്ങ് വരും. ഓനക്ക ശരിയാക്കിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ളതാണ് ഈ വീഡിയോ. കണ്ടേ? നിങ്ങൾ ഈ കെട്ട് ശ്രദ്ധിച്ചോ? ഈ കെട്ട് വേറെ പല സ്ഥലത്തും കാണാം 2-3 ദിവസം കഴിയുമ്പോൾ കേട്ടോ.
പ്രത്യേകത ഉണ്ട്. ഓൻ എപ്പോഴും ഒരു കെട്ടുണ്ടാവും, എപ്പോഴും ഒരു പരിക്കുണ്ടാവും. എന്തിനി ആരാ ഞാനാ പറഞ്ഞില്ല. ഓനാരാ? ഓന് ദൈവത്തെ വിശ്വാസമില്ലാത്ത സാധനം. വാ അവിടെ ഒരാക്കിത്താ. ഇവിടെ കുറേ പടികളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പടികളുണ്ട്. ശബരിമല പോകാൻ പറ്റും. പിന്നെ അടുത്ത അമ്പലത്തിലേക്ക് പോകുമ്പോൾ നിരീശ്വരവാദിയാണ് ഇഷ്ടം കിട്ടിയ പേര്. ക്യാ ബേട്ടാ. ഇടായിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ, അടിപൊളി. പക്ഷെ ഒരുത്തം കണ്ടോ പുറന്ന് തിരിഞ്ഞ് നിൽക്കുന്നേ, നല്ല ഇപ്പം ഭയങ്കര സെറ്റപ്പാക്കി. സെറ്റപ്പ് മീൻസ് നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട്. ആദ്യം ഇങ്ങനെ ഒന്നല്ലേ പോയി ഇറങ്ങി പ്രസാദമൊക്കെ കിട്ടി. വെച്ച് നിൽക്കുന്ന നിപ്പ് കണ്ടോ ഗൈസ്. പിടിക്ക്. ഓ അമ്പലത്തിൽ കയറാത്ത കുറിയിട്ടിരിക്കുന്നു. സമാധാനം കിട്ടിയിട്ടാണ് കുറേ പ്രശ്നത്തിലപ്പോൾ സത്യമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. ഓരോ നിമിഷം ഞാൻ എങ്ങനെ തള്ളി നിൽക്കുന്നു എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഒരു സമാധാനം നേരെ ആവേക്കും, നേരെയാവും എല്ലാതൊക്കെ പോകും. അപ്പോൾ ഞാൻ പോട്ടെ. അയ്യുന്നത് വേൻ്റെ കൂടാൾ എവിടെ വെച്ച് പോകുന്നു അതറിയാൻ പോകണം. ഞാൻ എവിടെ വെച്ച് പോകുന്ന മാതിരി അവൻ്റെ കളി. ഞാൻ എവിടെ വെച്ച് പോകുന്നതാണ്. വേഗം പോകാം. നാഗങ്ങളെടുത്ത് പോയില്ല, നാഗക്കാവ് അവിടെയാണ്. വരാം, ഇവിടെയും കൂടെ പോയി തൊഴുതാണം. അതിനേട്ടാ ഇപ്പം പോയില്ലേ അവിടെ. എനിക്കൊരു പണ്ടത്തെ ഒരു ഓർമ്മ ഉണ്ട്. ചെറുപ്പത്തിൽ അവിടെ ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 ചേച്ചിമാരും കൂടെ അവിടെ പോയി ഞാനവിടെ നമ്മളിങ്ങനെ കാണിക്ക പൈസ ഇടും. അപ്പോൾ ഞാനവിടെ പോയിട്ട് പൈസ ഇട്ടിട്ട് കട വീട്ടിൽ പോയി പറഞ്ഞുതരാം. ഇത്രയും സാധനം കിട്ടി. താങ്ക് യു. പോയി തിന്നാം. കൊണ്ടാക്കാതെ വൈക്കൽ ഉപേക്ഷിച്ച് പോകുന്ന മനുഷ്യൻ ഇനി ബാക്കി ഈ വെള്ളത്തിൽ കൂടെ ഞാൻ നടക്കണോ? പോയി കൊടാളി തപ്പി പിടിച്ചോ, ഇല്ല നാളെ പോകാൻ കഴിയില്ല. ഉച്ച പാവട്ടെ ഇതാണിക്ക് പോയിക്കാ. പോയി കൊണ്ടാടി എടുത്തുവാ. മിഷൻ എടുക്കാൻ സമ്മതിക്കില്ല, പോയിക്കോ. മിഷൻ എടുത്ത് പോയാലോ എന്ന് ആലോചിക്കുന്നു. ഒന്നങ്ങനെയാ, എപ്പോഴും എങ്ങനെയാണെന്നൊന്നുമില്ല, ഒരു പ്രത്യേക തരം മൂടാ. പിന്നെ നിരീശ്വരവാദി ഒന്നല്ല കേട്ടോ, ഒന്നൊന്നും കയറാൻ മൂടില്ല. പിന്നെ ഞാൻ അതിനെ നിർബന്ധിക്കുന്നില്ല, കാരണം ഇന്നൊരു കാര്യത്തിന് അങ്ങനെ നിർബന്ധിക്കില്ല. അപ്പം നമ്മളത് നിർബന്ധിക്കേണ്ട, പിന്നെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റേ കാര്യം പറയണ്ടേ, അതിന് ഞാനും ഏച്ചിമാരും കൂടെ അമ്പലത്തിൽ പോയി അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ചില്ലറ തരുമെങ്കിലും നമ്മൾ അമ്പലത്തിൽ കുറച്ചിട്ടിട്ട് ബാക്കി നമ്മൾ മിഠായി വാങ്ങാൻ വെക്കുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എന്നോട് ഈ കാര്യം മറന്നുപോയി. ഫോൺ പിടിക്കാനാവില്ല. എന്നോട് ഈ കാര്യം മറന്നുപോയി, എങ്ങനെ മിഠായി വാങ്ങേണ്ട കാര്യം. അത് ഞാൻ പൈസ ഒക്കെ അവിടെ ഇട്ട് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് എത്തിയ സമയത്താണ് ഞാൻ വിചാരിച്ച് ദൈവമയ്ക്ക് മിഠായി വാങ്ങാൻ പൈസ ഇല്ലല്ലോ എന്ന്. ഞാൻ എന്ത് ചെയ്തറിയോ, ഓടിപ്പോയി ആ ഇട്ട പൈസ എടുത്തിട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് ഞാൻ മിഠായി വാങ്ങി തന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എത്രാം ക്ലാസ്സിലാണെന്ന് ഓർമ്മയില്ല, ചെറുതെന്തായാലും. ഇനി ഞാൻ അവിടെ നിന്ന് പൈസ ഇട്ട്. അപ്പോൾ അവരെല്ലാം എന്നെ പേടിപ്പിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല, എനിക്ക് ദൈവകോപം കിട്ടും ഉറപ്പാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയല്ലേ, എനിക്കറിയില്ലല്ലോ, അറിവില്ലായ്മയല്ലേ, സാരമില്ല. നമ്മൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗും കഴിഞ്ഞ് പിന്നെന്താ ചാനൽ ഇൻട്രോ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഒരു വെടിക്ക് 3 പക്ഷി ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാര്യം കാണണമെങ്കിൽ ഉറപ്പായിട്ട് ഒരാൾ കാണണമെങ്കിൽ പോലും ഒരാൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി എന്ത് വീഡിയോ വേണ്ടതെന്നൊക്കെ ഞാൻ ചെയ്യും. ഒരാളെങ്കിൽ ഒരാൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഒരു കൊല്ലൊക്കെ എടുക്കും ഒന്ന് ചാനലൊന്ന് ക്ലിക്ക് ആവണമെങ്കിൽ. അപ്പം എന്നാ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ പോവാം. അപ്പം